നാളെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആർക്കാണ് എന്നറിയാൻ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നല്ലേ. എന്തായാലും പ്രഖ്യാപനം മാറ്റിവെച്ചിട്ടുണ്ട്. നവംബർ 3-ന് തൃശൂരിൽ വെച്ചായിരിക്കും പ്രഖ്യാപനം. ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ അസൗകര്യം പരിഗണിച്ചാണ് പ്രഖ്യാപനം മാറ്റിയത്. ഗോപാൽ ശീലാസനൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, ഗുഡ് ഈവനിംഗ്. ആരായിരിക്കും മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനാണോ അവാർഡെന്നൊക്കെ അറിയാൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സസ്പെൻസ് നീളുകയാണല്ലോ. അതെ സുജയ, സസ്പെൻസ് അങ്ങ് നീണ്ടുപോവുകയാണ്. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിക്കാണോ അതോ കിഷ്കിന്ധാകാന്ഡത്തിലെ അജയചന്ദ്രനാണോ ആസിഫ് അലിക്കാണോ അതോ ഇവരെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വിജയരാഘവൻ ഇരട്ടിമധുരം ദേശീയ അവാർഡിന് ഒപ്പം തന്നെ ഇരട്ടിമധുരം സംസ്ഥാന അവാർഡും നേടുമെന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ സാമൂഹ്യ മാധ്യമത്തിലും അല്ലാതെയും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനെല്ലാം അന്ത്യം അല്ലെങ്കിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമാ പ്രേമികളെല്ലാം തന്നെ. പക്ഷേ അത് 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നാളെ വൈകുന്നേരത്ത് പ്രഖ്യാപിക്കാനിരുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അത് നവംബർ 3-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന അറിയിപ്പാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ അസൗകര്യം മൂലമാണ് ഈ മാറ്റമുണ്ടായിരിക്കുന്നത്. നവംബർ 3-ാം തീയതി തൃശൂരിൽ വെച്ചായിരിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ഓക്കെ, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കണം 3 ദിവസം കൂടി.